ഹലോ ഗൈസ്, ജിമ്മിൽ പോയാലുള്ള ഞങ്ങളുടെ ചില കുൽസിത പ്രവൃത്തികളാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇത് കാണുന്ന നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ ഡ്രസ്സിലാണോ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതെന്നല്ലേ? ശരിയാണ്, ട്രാക്ക് സ്യൂട്ടിന്റെയും ഷൂവിന്റെ ഒക്കെ കുറവുണ്ട്. വൈകാതെ തന്നെ ഞങ്ങൾ അതെല്ലാം സെറ്റ് ആക്കുന്നതായിരിക്കും. ഇവിടെയാണെങ്കിൽ ഒരുപാട് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാത്തിലും കയറി എല്ലാം ട്രൈ ചെയ്യാൻ ഭയങ്കര മിടുക്കായിരുന്നു. പക്ഷേ എല്ലാം കഴിഞ്ഞ് അവസാനം ഇതാണ് കേട്ടോ സ്ഥിതി. ഒരു ഓലക്കീറോ വെള്ളത്തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ശരീരം അനങ്ങാതെ അനങ്ങിയതുകൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ ഇത്. സാരല്ല, എല്ലാം സെറ്റ് ആവും. വീട്ടിലെത്തിയപ്പോ കണ്ട കാഴ്ച ഇതായിരുന്നു. ക്രിസ്മസിന് കരോള് വന്നിട്ടുണ്ട്. ക്രിസ്മസ് അപ്പൂവൻ മാത്രല്ല, കൂടെ കുറെ കുട്ടിച്ചാത്തന്മാരും യൂദാസും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി എന്നറിയാം, എന്നാലും വേണ്ടിയില്ല. എന്റെ വീഡിയോസ് കാണുന്നവർക്കും എന്റെ സബ്സ്ക്രൈബേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അത് മാത്രല്ല, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. കുറെ നേരം ചാടി കളിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഇവരെ ഞങ്ങൾ പറഞ്ഞയച്ചത്. അവര് പോയതിന് ശേഷം രാത്രി ഏകദേശം 10 മണി ആയിട്ടുണ്ടാവും കേട്ടോ. ഞാനും ഏട്ടനും കൂടെ അടുത്തുള്ള പള്ളിയിൽ പോവാന്ന് വിചാരിച്ചു. എന്റെ നടത്തത്തിൽ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ജിമ്മിൽ പോയതിന്റെ പാർശ്വഫലാണ് കേട്ടോ. ശരിക്കും മര്യാദയ്ക്ക് നടക്കാൻ വയ്യടോ. വീട്ടിന്റെ അടുത്താണെങ്കിലും ഈ പള്ളിയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയത് മുതൽ കണ്ണിനാകെ ഒരു മഞ്ഞളിപ്പായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ആകെ മൊത്തം ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ചേച്ചിയേട്ടനാണെങ്കിൽ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടുന്നാണെങ്കിൽ ലാലുട്ടനും ഗ്രീഷ്മനും കണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ആരാണ് ഇതൊക്കെ? അത് ഞങ്ങളുടെ ഒരു ചെറിയമ്മന്റെ മോനാണ് ലാലുട്ടൻ. ലാലുട്ടന്റെ വൈഫാണ് ഗ്രീഷ്മ. പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശനം ഇല്ലാന്ന് തോന്നുന്നു. ആരും കയറുന്നതൊന്നും കണ്ടില്ല. എനിക്ക് കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്നാണെങ്കിൽ പിന്നെ എന്റെ ഒരു ചേച്ചീനെ അവരുടെ പിള്ളേരെയൊക്കെ കണ്ട്. അവിടെയാണെങ്കിൽ കണ്ടിട്ടും തീരുന്നില്ല കേട്ടോ. അത്രയ്ക്കുണ്ട് കാണാൻ. എന്റെ പൊന്നോ, സ്റ്റെപ്പൊക്കെ ഇറങ്ങിയ പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇനി ജിമ്മിൽ പോകുന്നവരും ഇനി മുന്നേ പോയവരുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളി, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നോന്ന് കേട്ടോ. അടുത്ത് നല്ല ദോശ കിട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. അവിടെ ആണെങ്കിൽ ചേച്ചി ഏട്ടനും വന്ന്. അവിടുന്നാണെങ്കിൽ ഏട്ടൻ നല്ല തട്ട് ദോശയും ഞാൻ നല്ല നെയ് റോസ്റ്റും ആണ് കേട്ടോ മേടിച്ചത്. അതിന്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല കാന്താരി ചിക്കൻ കൂടെ മേടിച്ചു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.